ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ലോഗ് കണ്ടാലോ? എന്നു പറഞ്ഞാൽ നമുക്ക് ഒരു 2-3 പക്ഷിക്കുഞ്ഞുണ്ട്. പക്ഷിക്കുഞ്ഞ് പറഞ്ഞാൽ ലവ് ബേർഡ്സിൻ്റെ കുഞ്ഞ്. അതിന് പിന്നെ തുളസിയുടെ ഒരു വിത്ത് പോലത്തെ സാധനമില്ലേ, അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഗേറ്റിൻ്റെ പുറത്ത് വന്നിട്ടില്ലേ. അപ്പോൾ കണ്ണനറിയില്ല അതിൽ ഏത് പറിച്ചിട്ട് കൊടുത്താൽ പക്ഷി തിന്നുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഉണങ്ങിയ പോലത്തെ തിന്നില്ല, പച്ച പോലത്തെ ടൈപ്പില്ലേ അതേ തിന്നു. എന്നിട്ട് ഓനത് പറിച്ചിട്ട് പാഞ്ഞു പോയിട്ട് പക്ഷി കുഞ്ഞിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. തിന്നേന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ വെറുതെ ആട് ഇട്ട് കൊടുക്കാന്നേ ഇല്ലു. അതിന് പിന്നെ വേറെ തന്നെ തീറ്റലുണ്ട്, അത് തിന്നുന്നത്. അതാണ് കൊടുക്കലധികം. കണ്ട അല്ല അതിൽ തന്നെ ഉണ്ട് തീറ്റെല്ലാം ഫുള്ള്. പിന്നെ എൻ്റെ കണ്ണൻ കുറേ പ്രാവശ്യം എന്നെ വിളിച്ചുകൊണ്ടെല്ലാം ഉണ്ട്, അത് വന്നിട്ട് കൈമെന്ന് കൊത്തിയിട്ട് തിന്നിട്ട് പോകുന്നെല്ലാം വിചാരിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും തിന്നേന്നും ചെയ്യില്ല, ആട് ഇട്ട് കൊടുക്കുക, അത് പിന്നെ നമ്മൾ പോയിട്ടാകുമ്പോൾ തിന്നുന്നെല്ലാം പറഞ്ഞു. കണ്ട ഇപ്പുറം 2 പക്ഷിക്കുഞ്ഞുണ്ട്. ഇത് കുറേ നേരം അത് തിന്നെന്ന് പറഞ്ഞിട്ട് കൈമ പിടിച്ചിട്ട് തന്നെ നിന്നു. ലാസ്റ്റ് അവന് മടുത്തു. എന്നിട്ട് ആടിട്ടിട്ട് മാത്തുന്നേ എന്തൊക്കെയാണ് ഗേറ്റിൻ്റെ പുറത്തേക്ക് പോയി. ഇതെന്ന് പറഞ്ഞാൽ ആയുർവേദിക്കിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇവിടെ നിൽക്കുകയെല്ലാം ചെയ്യാം. പിന്നെ അങ്ങനെ തടിക്കുന്നെല്ലാം അങ്ങനെ നടുവേദന അങ്ങനെയെല്ലാം വന്ന അങ്ങനത്തെ സംഭവമെല്ലാം ഉണ്ട്. കർക്കിടകത്തിലെല്ലാം അങ്ങനത്തെ എന്തെല്ലാം സംഭവമെല്ലാം ഉണ്ട്. നമ്മൾ പോവലൊന്നുമില്ല കേട്ടോ, ഇടയ്ക്ക് മാത്രം പോവും. അങ്ങനെ അടുത്ത് വന്നിട്ട് എപ്പോഴും പോവലൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ മുമ്പിൽ റോഡാണ്. ആ റോഡിൻ്റെ മുമ്പിൽ ഈ സ്ഥലം കണ്ടോ, ഇവിടെയാണ് നമ്മൾ എപ്പോഴും കളിക്കൽ. ഇന്ന് കളിച്ചിട്ടാട്ടോ, കുറച്ച് ലേറ്റ് ആയതുകൊണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലൊരു നെല്ലിക്ക മരമുണ്ട്. നെല്ലിക്കര ഏലെല്ലാം എന്ന് പറഞ്ഞാൽ പുറത്തേക്കാണ്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം കുറേ നെല്ലിക്ക പിടിച്ചിന്. അപ്പോൾ ഓൻ്റെ വിചാരം അതിൽ നെല്ലിക്ക ഉണ്ട് എന്നിട്ട് റോട്ടിൽ നിന്ന് പറക്കിയിട്ട് മീത്തിലേക്ക് കല്ലെറിയുന്നത്. പക്ഷേ അതിൽ പിടിച്ചാലും നമുക്ക് പറിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഫുള്ള് ആടെല്ലാം വീണിട്ട് കിട്ടുന്നല്ലാതെ ഡയറക്റ്റ് പറിക്കാനൊന്നും കിട്ടില്ല. അതിന് കല്ലെറിഞ്ഞിട്ട് വീണെന്ന് നോക്കുന്നത്. പക്ഷെ കിട്ടിയിട്ടാട്ടോ, എല്ലാം ഇല്ലല്ലോ. പിന്നെ ഉള്ളിലേക്ക് വന്നിട്ട് കുറേ ആയിട്ട് ഈ ഊഞ്ഞാൽ കെട്ടിയിട്ട് കണ്ട ഈ കമ്പി കിറുക്കിയിട്ടുണ്ടായേ. നമ്മൾ അങ്ങനെ കൊടുക്കലൊന്നുമില്ല, കുഞ്ഞല്ലേ ഒറ്റക്കനെ വന്നിട്ട് ആടും എന്നിട്ട് പേടിച്ചിട്ട് നമ്മൾ അത് എടുത്തിട്ട് കൊടുക്കലൊന്നുമില്ല. പക്ഷെ ഇന്നലെയാണ് കൊടുത്തത്. അപ്പം നമ്മൾ വൈകുന്നേരം ആടുന്നതുകൊണ്ട് അമ്മ പറഞ്ഞ ഇനി അതിൽ കിടന്നിട്ട് ഉറങ്ങണ്ട, കുളിക്കാതെ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കണ്ട കള്ളക്കണി ആക്കുന്നത്. ഉറങ്ങിയിട്ടൊന്നുമില്ല, വെറുതെ ആക്കുന്നത്. പിന്നെ സന്ധ്യയായി നമ്മൾ വിളക്കെല്ലാം കത്തിച്ചു. അമ്മ ഇത് നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് കണ്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ആക്കുന്നതാണ്. അല്ലെങ്കിൽ എപ്പോഴും അച്ഛൻ കത്തിക്കൽ. എന്നു പറഞ്ഞാൽ ഓൻ്റെ മൂഡ് അനുസരിച്ചിട്ടാണോ കുളിക്കൽ കേട്ടോ. ചില സമയത്ത് നേരത്തെ കുളിക്കും, ചില സമയത്ത് ലേറ്റ് ആവും. അപ്പോൾ നേരത്തെ ആക്കിയാൽ വെള്ളം തണിയുന്നില്ലേ, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആക്കിയിട്ട് ആക്കാറിഞ്ഞിട്ട് അച്ഛനെ കത്തിച്ചിട്ടാണ്. അപ്പോൾ ഓൻ പറഞ്ഞ് നമുക്ക് കുളിക്കാമെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് വന്നേ. അപ്പോൾ അതിൽ കുറേ വേറെ എല്ലാം ഇടുന്നുണ്ട് കത്തിക്കാൻ വേണ്ടിയിട്ട്, നല്ലോണം വേഗാവാൻ വേണ്ടി. ഓക്കെ ബൈ ഗൈസ്.